എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. രാവിലത്തെ പരിപാടികളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ജാനുട്ടിക്ക് ഇപ്പം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാനുട്ടിനെ ആദ്യം സെറ്റിൽ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി നമ്മൾക്കുള്ളതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്താ ഉണ്ടാക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ബാക്കിൽ ജാനുട്ടി കിടന്ന് വെള്ളം വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജാനുട്ടിൻ്റെ കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിപ്പം രാവിലെ ജാനുട്ടിക്കുള്ള ഭക്ഷണം ആദ്യം ഉണ്ടാക്കുകയാണ്. ബ്രോക്കലിയും ക്യാരറ്റും കൂടെ ഇട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. ആവി വയ്ക്കാൻ ഇപ്പം 2-3 പാത്രങ്ങൾ എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ട് ഇനി ഇതിപ്പം അടച്ച് വെച്ച് വേവിക്കണം. തലേ ദിവസം ചന ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുക്കറിൽ വേവിച്ച് വെക്കുകയാണ്. അപ്പം കടലക്കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വേവിച്ച് എടുക്കുന്നത്. പിന്നെ വിക്കിക്ക് പാൻ കേക്കും അതുപോലെ വിപ്പ് ക്രീമും കൂടെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് അവസാനം പുട്ടുണ്ടാക്കി. ഓട്സിൻ്റെ പുട്ടും പഴമാണ്. കടലക്കറി ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിപ്പം ഉച്ചയൂണിനുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ എല്ലാം ചെയ്ത് തീർക്കുകയാണ്. അപ്പം ജാനുട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം നേരത്തെ തന്നെ ടൈം കിട്ടുമ്പോഴൊക്കെ എല്ലാം ചെയ്ത് വയ്ക്കുകയാണ്. കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട്. അപ്പം ചക്കക്കുരുവും മാങ്ങയും കൂടിയിട്ട് വയ്ക്കുക. അതിനകത്ത് കുറച്ച് ചക്കക്കുരു എടുക്കുന്നുണ്ട്, ഒരുപാട് എടുക്കണില്ല. കുറച്ച് നമുക്ക് മുരിങ്ങയുടെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പം നമ്മൾ ഇതിനാദ്യം കുക്കറിലൊന്ന് കഴിയുന്നതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്കിനി അരപ്പ് അരച്ചെടുക്കാം. ഇതിൽ തേങ്ങയും ജീരകം കുഞ്ഞുള്ളിയും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. തേങ്ങ നമ്മുടെ ഇങ്ങനത്തെ തേങ്ങയാണ്. അപ്പം ഒന്ന് അരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് വരാം. സൈഡ് ഡിഷായിട്ട് നമ്മൾ ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയിലോട്ട് കടുകും അതുപോലെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കുഞ്ഞുള്ളിയൊക്കെ ഇടുകയാണ്. പിന്നെ ഉപ്പിടുന്നുണ്ട്. ഞാൻ വെള്ള കളറിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് ഞാൻ മറ്റേ കറിയിലിട്ടുകൊണ്ട് അതിനകത്ത് നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഇതിലോട്ട് ഇടുന്നുണ്ട്. അങ്ങനെ മഞ്ഞ കളറിലുള്ള ക്യാബേജ് തന്നെ ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ സിമ്പിളായിട്ടൊരു ഉപ്പേരിയാണ്. ഇതിനകത്ത് തേങ്ങ അങ്ങനെയൊന്നും ഇടണില്ല. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടോയെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കുമ്പോൾ പച്ചമുളക് ഇട്ടതായിട്ട് ഇതിനകത്തൊന്നും കാണണില്ല. അപ്പം എരിവില്ലാതെ തന്നെ ആ ചോറ് മുഴുവൻ ഞങ്ങൾ കഴിച്ചോന്ന് ഞാനിപ്പോഴാണ് ഓർക്കണത്. ചിലപ്പോൾ ആ തിരക്കിൽ ഞാൻ വിട്ടുപോയതായിരിക്കാം. അപ്പോൾ ഈ മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയും ചക്കക്കറിയും കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിനോട്ട് പച്ചമാങ്ങയും കിട്ടിയിട്ടുണ്ട്, ഫ്രോസൺ ആയിട്ടുള്ള പച്ചമാങ്ങയും കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം ഉലുവയും കടുകും ഒക്കെ ഇട്ടതിന് ശേഷം മാങ്ങ ഇട്ടിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ അതിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലോട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മുടെ അരപ്പും കൂടെ ഇട്ടിട്ട് തിളപ്പിക്കാം. ഇതൊന്നും വേവട്ടെ. മാങ്ങ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. പിന്നെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ചക്കക്കുരുവിൽ ഉപ്പ് നമ്മൾ ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതല്ലാതെ കുറച്ചും കൂടെ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പം അതിലോട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കറിയിലോട്ട്. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ അരപ്പൊഴിക്കുകയാണ് ചെയ്യേണ്ടത് ഇതിലോട്ട്. പിന്നെ ഇത് നമ്മുടെ ഉച്ചയൂണൊക്കെ റെഡിയായി. ഇപ്പം സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയും അതുപോലെ ഉപ്പേരിയും മാത്രമാണുള്ളത്. പിന്നെ ഏട്ടനും വിക്കിക്ക് വേണ്ടിയിട്ട് മീനും കൂടെ വറുക്കണുണ്ട്. ഇപ്പം നമ്മുടെ ചോറും ക്യാബേജ് ഉപ്പേരിയും എരിവില്ലാത്ത ക്യാബേജ് ഉപ്പേരിയാണ്. കഴിച്ചപ്പോൾ കൂടെ അറിഞ്ഞില്ല അതിനകത്ത് എരിവ് മിസ്സിങ് ആണെന്നുള്ളത്. അതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ഒഴിച്ചു കറിയും കൂടെ ഇട്ട് ഒഴിച്ച് നമ്മൾക്കപ്പം ഊണൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ വൈകുന്നേരം അതിന് ശേഷം നമ്മളിപ്പോൾ ഇനി പുറത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് യാർഡിൽ പോയിട്ട് അവിടുത്തെ പച്ചക്കറി കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. നമ്മുടെ ഇതേ ബ്രോക്കലിയൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് വന്നിട്ടില്ലത്, ഇതിനകത്ത് കണ്ടോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ബ്രോക്കലി വരുന്നത് കാണുന്നത്. പിന്നെ ക്യാബേജൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. എല്ലാം ഇപ്പോൾ വെച്ചതേ ഉള്ളൂ. പക്ഷേ മഴ പെയ്തപ്പോഴത്തേക്കും എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പൂച്ചെടികളാണ്. ഇതൊന്ന് വളർന്നതിന് ശേഷം നമുക്ക് വേറെ ഇതിനകത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇത് ബീൻസിൻ്റെയൊക്കെ പിന്നെന്തായിരുന്നു അടുത്തത് വഴുതനങ്ങ.
വഴുതനയൊന്നും വെച്ചില്ല അധികം, ഇത് ഒരെണ്ണം വെച്ചുള്ളൂ. അത് കുഞ്ഞതാ, പെട്ടെന്ന് വന്നു പോകും. പിന്നെ ദേ അവിടെ ബീൻസ് ഉണ്ട്. ബീൻസാണ് അധികം വെച്ചിരിക്കുന്നത് ഇതിവിടെയൊക്കെ ഇത്തവണ, കാരണം ഇന്ത്യൻ വെജിറ്റബിൾസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ദേ തക്കാളി ഉണ്ട്. പിന്നെ തക്കാളിയൊക്കെ എങ്ങനെ വരും എന്നറിയില്ല. ദേ പൂവൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പൂച്ചെടികളാണ്. പിന്നെ ഇത് വാട്ടർമെലനാണ് ഇത്. പക്ഷെ ഇത് വരുമോ എന്നറിയില്ല. ലാസ്റ്റ് ടൈം വെച്ചിട്ട് അത് പകുതി ആയപ്പോഴത്തേക്കും ഇങ്ങനെ കുഞ്ഞു വാട്ടർമെലനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വലുതായില്ല, അതങ്ങനെ നിന്നുപോയി. അപ്പം ഇത്തവണ നോക്കാം നമുക്ക് വരുമെന്നൊന്നും അറിയില്ല. പിന്നെ ഇപ്പം നമ്മൾ പുല്ല് മുളയ്ക്കാതിരിക്കാനാണ് ഈ ഒരു സംഭവം ഇട്ടെ ഇത്തവണ. ലാസ്റ്റ് ടൈം ചെടികളെക്കാളും കൂടുതൽ പുല്ലായിരുന്നു, ഭയങ്കര കാട് പോലെ. ഇപ്പോൾ ദേ ആ ഭാഗത്ത് കണ്ടോ, ഇവിടെ ഷീറ്റ് അവിടെ ഇടാത്തതുകൊണ്ട് തന്നെ നിറയെ പുല്ല് മുളച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെമ്പരത്തി ചെടി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് പൂ വരുമെന്നൊന്നും അറിയില്ല. അപ്പുറത്തെ വീട്ടിലുണ്ട് ഈ ചെമ്പരത്തി. പിന്നെ നമ്മൾക്ക് അടുത്ത ചെടി ഏതാണെന്ന് നോക്കട്ടെ. പിന്നെ ഇതേ ചെണ്ടുമല്ലിയുടെ ചെടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം ഇതിനകത്ത് നിന്ന് മാറ്റി നമുക്ക് ഇവിടെയൊക്കെ വയ്ക്കണം. പിന്നെ മുളകിന് പക്ഷെ എന്തോ ഒരു അസുഖം ബാധിച്ച പോലെ ഇരിക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കണതായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും. നമ്മൾ തന്നെ വിത്ത് നട്ട് വെക്കുമ്പം എല്ലാം നല്ലതായിട്ടാണ് വരിക, ഒരു അസുഖവും വരില്ല. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ വരുന്നുണ്ട്. പിന്നെ ഇത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക മാത്രം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് വളർന്നു പോവും. ഇതിപ്പോൾ ജസ്റ്റ് വരുന്നുണ്ട്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ആയിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ പടരാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ പടരുമെന്ന് അറിയില്ല കേട്ടോ, എത്ര പടരുമെന്ന് അറിയില്ല. ബീൻസ് ഇവിടെ വെക്കാമെന്നാണ് വിചാരിച്ചേ, പക്ഷെ ബീൻസൊക്കെ ആ സൈഡിൽ വെച്ചു, അങ്ങോട്ട് പടർത്താമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പിന്നെ പൂച്ചെടികളൊക്കെയാണ്. അതൊക്കെ ബ്ലൂബെറി ഉണ്ട്. ബ്ലൂബെറി പക്ഷെ ഒന്നുമില്ല, ആകെ ഇതേ ഇത്ര എണ്ണം വരുന്നുള്ളൂ. ആ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പൂ അത്രേ വരുന്നുള്ളൂ. ഇത് തക്കാളിയുടെ വേറെ സൈസാണ്. ഇത് തക്കാളി എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചതാ. തക്കാളി നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചതാ. അവിടെയും 2-3 ഒരുമിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഇനിയും വെക്കാനുണ്ട് ചെടികളൊക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഇത്തിരി ബ്ലാങ്ക് ആയിട്ടിരിക്കണത്. നമുക്കിത് ഇന്ന് ടീമുവിൻ്റെ പാഴ്സൽ വന്നിട്ടുണ്ട്. ഇത് 2 പാക്സിലായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഒരെണ്ണം ഒരു ഐറ്റമാണ്. പിന്നെ ബാക്കി ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് നമ്മൾക്ക് വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കണ ട്രാഷ് ക്യാനാണ്. അപ്പം ടീമുവിൻ്റെ ഈ വാങ്ങിച്ച സംഭവങ്ങളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിലോട്ട് കയറി വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ ഇത് അടുത്തത് വാങ്ങിയിരിക്കുന്ന ഹ്യൂമിഡിഫയറാണ്. നമ്മുടെ എല്ലാം പഴയ ഹ്യൂമിഡിഫയർ ഉണ്ടായിരുന്നത് അതൊന്ന് കേട് വന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം തൽക്കാലത്തേക്ക് ഇപ്പം ഒരു കുഞ്ഞതായിട്ടുള്ളൊരു ഹ്യൂമിഡിഫയർ വാങ്ങിച്ചതാണ്. ഇതിൽ തന്നെ ലൈറ്റ്സൊക്കെ കത്തുണ്ട്. അതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഇഷ്ടമുള്ള പോലെ കളർ ചേഞ്ച് ചെയ്യാനും, അതുപോലെ ഒരേ കളർ വേണമെങ്കിൽ ആ കളർ തന്നെ വയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 1 ലിറ്ററിൻ്റെ ആണ് ഈ ഒരു ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേറൊരു കുഞ്ഞു ഹ്യൂമിഡിഫയറും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് വിക്കിൻ്റെ റൂമിലേക്കാണ്. വിക്കിക്കും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്ന കണ്ടപ്പോൾ അപ്പോൾ അവനും കൂടെ ഒരു ചെറുതൊരെണ്ണം വാങ്ങി. അപ്പോൾ നമ്മൾക്ക് ടീമൊന്ന് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്തു നിന്ന് കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തു ഓപ്പൺ ചെയ്തു. ഇതിപ്പോൾ അടുത്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇതൊരു സെർവിങ് ട്രേ ആണ്. നല്ല മരത്തിൻ്റെ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഇത് ബേബി പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ജാനൂട്ടി ഇപ്പോൾ തലയൊക്കെ കൊണ്ട് അതിനകത്ത് ഇടിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പം മുഴുവനും ബേബി പ്രൂഫിങ് സാധനങ്ങൾ വാങ്ങിക്കാനേ നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ബ്ലാക്കും വാങ്ങിയിട്ടുണ്ട്. ഇത് സെയിം തന്നെ വൈറ്റും ഉണ്ട്. പിന്നെ ഇതിപ്പം ഫ്രിഡ്ജിൽ വെക്കാനുള്ള ട്രേസാണ്. അടുത്തത് ഒരു
ഹുക്കാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സംഭവം. പിന്നെ കുറച്ച് സിപ്പ് ലോക്കും കൂടിയിട്ടാണ്. അത്രയേ ഉള്ളൂ, ഇത്തവണ അത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ നേരത്തെ കാണിച്ച സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ടോർച്ച് ലൈറ്റും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളത് സ്റ്റാൻഡൊക്കെ ഉണ്ട്, ഇങ്ങനെ വയ്ക്കുകയൊക്കെ ചെയ്യാം. ടേബിൾ ലാമ്പ് പോലെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം പിന്നെ വൈകുന്നേരം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കറി ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉപ്പേരി പോലെ ഉണ്ടാക്കുകയാണ്, ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.